8ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ പെരുമഴയത്ത് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂക്കുത്തല ദേശത്തിന്റെ 3 ചുറ്റും കായലാണ്. കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ്. കിഴക്കുഭാഗം സ്ട്രായിക്കടവ്, തെക്കുഭാഗം ഉപ്പുങ്കൽ കടവ്, പടിഞ്ഞാറ് ഭാഗം നരണിക്കടവ്. അങ്ങനെ വടക്ക് കായലില്ല, കരഭൂമിയാണ്. വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്ക് ഒഴികെ മറ്റെല്ലാ പ്രദേശങ്ങളിലേക്കും പോവാൻ തോണി വേണം. വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളുണ്ട്. വാലിയക്കാരിൽ 1-2 പേർ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും. വാലിയക്കാർ എന്ന് പറയുന്നത് അവിടെ ജോലിക്ക് നിൽക്കുന്ന ആളുകളെയാണ്, അതായത് അവിടെ പണിക്ക് നിൽക്കുന്ന ആളുകളെയാണ് വാലിയക്കാർ എന്ന് പറയുന്നത്. അപ്പൊ വാലിയക്കാരിൽ 1-2 പേർക്കൊക്കെ തോണി കുത്താൻ അറിയുന്നവരുമായിരിക്കും, അതായത് തോണി തുഴഞ്ഞു പോവാൻ അറിയുന്നവരുമായിരിക്കും. ദൂരെയുള്ള കോൾപ്പാടങ്ങളിൽ കൊയ്ത്തു കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതിനും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയൂ. വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിനെ കടവ് എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോ വഞ്ചി അല്ലെങ്കിൽ തോണി അടുപ്പിക്കുന്ന ഭാഗത്തെയാണ് കടവ് എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ടായിരിക്കാം അതിനെ കടവ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. കായൽ വറ്റിച്ചാണ് കൃഷി ഇറക്കുക. ഒറ്റപ്പൂവലാണ് കൃഷി. പുഞ്ച എന്നാണ് പറയുക. ഒറ്റപ്പൂവൽ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യമാണ്, വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് കൃഷി ഇറക്കുന്നത്. അതിനെ പുഞ്ച എന്നാണ് പറയുക. കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും. ഒരു തോട് കീറി വെള്ളം അതിലേക്ക് മാറ്റും. ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക. ബണ്ടിന്റെ അടുത്ത് നിരനിരയായി 20-30 ചക്രങ്ങൾ ഉണ്ടാവും. പണിക്കാർ ഊഴമിട്ട് രാത്രിയും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും. പൊതുവെ തുലാമാസത്തിലാണിത്. ചവിട്ടുന്നതിന്റെ അധ്വാനം അറിയിക്കാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും. പകലും രാത്രിയും പാട്ടുണ്ടാവുമെങ്കിലും സകലവും നിശബ്ദമാവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കുട്ടികൾ ആ തേക്കുപാട്ട് തെളിഞ്ഞ് കേൾക്കുക. പാലാട്ട് കോമന്റെയും മറ്റും കഥകളാണവ. തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന ആ പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക. ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാൻ നേർത്ത് എത്തുന്ന ഈണം. അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എന്റെ കുട്ടിക്കാലത്തിന് ബന്ധം. കുളം, കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി, കായൽ എന്നിങ്ങനെ പുറത്തും. പക്ഷെ വെള്ളം ഞങ്ങളെയെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു. എന്റെ 13ാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത്. മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ. രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിന്റെ വരവ് കേട്ടത്. അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത്. ദൂരെയുള്ള മരങ്ങളിൽ നിന്ന് കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി. കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു. വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാമായിരുന്നു. ഉള്ള ജനലുകളും വാതിലുകളുമെല്ലാം കൊട്ടിയടച്ചു. ഞങ്ങൾ പേടിച്ചു വിറച്ച് തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി. എവിടെ പോയാലും രക്ഷയില്ല. ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല. അപ്പോഴേക്കും മഴയും പൊട്ടി വീണു. മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴകി വീഴാൻ തുടങ്ങി. അപ്പോ അത്രയും ശക്തമായ കാറ്റും മഴയുമാണ് ആ ദിവസം ഉണ്ടായത് എന്നാണ് പറയുന്നത്. മരം വീഴുന്ന കൂറ്റൻ അലർച്ച ഇടവിട്ട് കേൾക്കാം. ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മരമൊന്നും വന്നു വീണില്ല. വെളുപ്പാൻ കാലമായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി തെല്ലു കുറഞ്ഞു. അതിന്റെ ചൂളം വിളി ഒന്ന് പതിഞ്ഞു. അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത്. ഉണർന്നപ്പോൾ ആവട്ടെ പുറത്ത് അതിശക്തിയായി മഴ. അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല. മുറ്റത്ത് മുഴുവൻ മരക്കൊമ്പുകളും ഇലയും വെള്ളവുമാണ്. വെള്ളം കാണെ പൊങ്ങിക്കൊണ്ടിരുന്നു. വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി. കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി. അന്ന് ഞങ്ങൾക്കാർക്കും കുളി ഉണ്ടായില്ല. തേവാരവും മുടങ്ങി. മഴ അപ്പോഴേക്കും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു. കാണാവുന്നിടത്തെല്ലാം വെള്ളം. വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത്. പിന്നെ വെള്ളം താണു തുടങ്ങി. 1942 ഇത്. MD വാസുദേവൻ നായരുടെ 4 കെട്ടിൽ പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നിരിക്കണമെന്ന് കാലം വെച്ചു നോക്കുമ്പോൾ തോന്നുന്നു. വെള്ളപ്പൊക്കം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി.
പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു. 1943 ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട്ട് എത്തുമ്പോൾ നീണ്ട തെക്കേ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള മരങ്ങൾ ഈർന്ന് അട്ടമുട്ടെ കൂട്ടിയിട്ടത് കണ്ടിരുന്നു. വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു. 99 വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇംഗ്ലീഷ് വർഷപ്രകാരം 1923-24 കാലമാണത്. ഞാൻ ജനിക്കുന്നതിന് 4-5 വർഷം മുമ്പ്. ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗ്രഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്താണ് പെട്ടെന്ന് വെള്ളം പൊങ്ങാൻ തുടങ്ങിയത്. പുറം വെള്ളം ഏന്തി വരുന്നത് എന്നേ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ. പക്ഷെ വെള്ളത്തിന്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല. തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിൽ എത്തി. കുട്ടികൾ സന്തോഷിച്ചു. അവരുടെ മേലുകഴുകൽ ഉമ്മറപ്പടിയിൽ വെച്ചാവാമല്ലോ. എന്നാൽ നോക്കി നിൽക്കെ ഉമ്മറപ്പടിയും കടന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി. അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളം ഓളം വെട്ടി. വാതിലുകളെല്ലാം മലർക്കെ തുറന്നിട്ടു. കാറ്റ് വരുമ്പോൾ വാതിൽ അടയ്ക്കുക, വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ്. ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി. പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി. വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. രാത്രി മുഴുവൻ അവർ മുകൾ നിലയിൽ കഴിച്ചു. പിന്നീട് തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തന്റെ കുട്ടിക്കാലത്ത് കണ്ട വെള്ളപ്പൊക്കത്തിന്റെ പേടിപ്പെടുത്തുന്ന അനുഭവമാണ് ദേവകി നിലയങ്ങോട് ഈ ലേഖനത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സുമായി വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.